തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ പ്രൈവറ്റ് ബസ്സിന്റെ മിന്നൽ ബസ് സമരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. യാത്രക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുന്നു. തൃശ്ശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ സൂരജ് സജീവുണ്ട്. അവിടെയൊക്കെ യാത്രക്കാർ കുറച്ച് കുടുങ്ങിക്കിടക്കുകയാണ്. സൂരജ്, പറയൂ അവിടെ നിന്നുള്ള വിവരങ്ങൾ. ഇന്നലെയാണ് സ്കൂൾ തുറന്നത്. അതുകൊണ്ട് തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഈ കൊടുങ്ങല്ലൂരിലേക്കും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂരിലേക്കും അടക്കം വരേണ്ട ആളുകളുണ്ട്, തൊഴിലാളികളുണ്ട്. ഇവരെല്ലാവരും തന്നെ ഈ സ്വകാര്യ ബസിന്റെ മിന്നൽ പണിമുടക്കിൽ വലഞ്ഞിരിക്കുന്നു. ബസ് തൊഴിലാളികളെ സംബന്ധിച്ച് അവർ പറയുന്നത് 4 വർഷമായി ഈ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർക്ക് ഈ ഓടി എത്താൻ പറ്റുന്നില്ല ഈ സമയക്രമത്തിനിടയിൽ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ ചില തർക്കങ്ങൾ, ആ തർക്കത്തെ തുടർന്ന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതിനെ തുടർന്നാണ് ഈ ഒരു മിന്നൽ പണിമുടക്കിലേക്ക് പോയത്. ഏത് സാഹചര്യത്തിലാണ് ഒരു സമരത്തിലേക്ക് പോയത്? സമരത്തിലേക്ക് പോയത് 4 കൊല്ലമായിട്ട് തൃശ്ശൂർ കൊടുങ്ങല്ലൂരിൽ പണി നടക്കണതാ. ഈ 4 കൊല്ലമായിട്ട് പണി നമ്മൾ ആ റോഡ് പണിയാണ്, നല്ല കാര്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഈ 1 വേ വരുമ്പോൾ ഓപ്പോസിറ്റ് കാർ കയറി വന്നിട്ടാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. കാർ വന്നിട്ട് അപ്പോൾ അതിനുവേണ്ടി ഡ്രൈവറുടെ പേരിൽ കേസ് കൊടുത്തു, കാര്യങ്ങളൊക്കെ. പക്ഷെ നാളെ ഞങ്ങൾക്കും വരും ഇത്. ഇതിൽ തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ, ഇതിൽ മുതലാളിമാരോ സംഘടന ഒന്നും ഇല്ല. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളിപ്പോൾ വളഞ്ഞു പോണ തൊട്ടിപ്പാട് വഴിക്കാണ്. ആ തൊട്ടിപ്പാട് വഴിക്ക് സാറുമാരൊന്ന് പോയി നോക്കാം. അങ്ങോട്ട് വണ്ടി എന്ന് പറഞ്ഞ സാധനം പോവില്ല, റോഡില്ല. ഈ റോഡില്ല, അതുകൊണ്ടാണ്. അതായത് ഈ നിർമ്മാണ പ്രവർത്തികൾ വൈകുന്നത്, പ്രശ്നങ്ങൾക്കിടയാക്കുന്നത്. ഇവിടെയൊക്കെ യാത്രക്കാർ അമ്മ എങ്ങോട്ട് പോകാമെന്ന അമ്മ? ഇരിങ്ങാലക്കുടല്ലേ? വണ്ടിയില്ല, ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞതല്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? വീട്ടിൽ പോവും. ഇരിങ്ങാലക്കുട എന്താ വിഷയമായിരുന്നു? ഞാൻ ഇരിങ്ങാലോടെ ഒരു വീട്ടിൽ പോണതാ. ജോലിക്ക് പോകുന്നതല്ലേ? ഇന്നിനിപ്പോ ജോലിക്ക് പോകാൻ പറ്റില്ല, ഇവിടെയല്ലേ? ഇരിങ്ങാലക്കുട ഒരു വീട്ടിൽ പോകാൻ വേണ്ടി വന്നാ. അമ്മ എങ്ങോട്ട് പോകാൻ വന്നാ? ബസ് ഇല്ലാന്ന് പറയണേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ട്രാൻസ്പോർട്ട് വരുന്നൊക്കെ പറയുന്നു. ട്രാൻസ്പോർട്ട് KSRTC സ്റ്റാൻഡിൽ നിന്ന് കിട്ടുള്ളൂ. ഇനിയിപ്പോ ഇതിൽ ഇങ്ങോട്ട് വരുമോ? അതാണ് പലരും ഈ KSRTC ബസ് ഉണ്ട് കൊടുങ്ങല്ലൂരിലേക്കുള്ള. എങ്ങോട്ട് പോകാൻ വന്ന ചേട്ടാ? കൊടുങ്ങല്ലൂർക്ക് പോകാൻ വന്നാണ്, ബസ്സില്ലെന്നാ പറയുന്നത്. എന്താ ചെയ്യാ? പാലക്കാട്ട് നിന്ന് അമ്പലത്തിൽ പോകാൻ പറഞ്ഞു വന്നാണ്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകാൻ വേണ്ടി വന്നാണ്. ഇനിയിപ്പോ കൊടുങ്ങല്ലൂരിലേക്ക് എങ്ങനെ പോകാന്ന് ഉദ്ദേശിക്കുന്നത്? KSRTC ഉണ്ട് പറയുന്നത്, കിട്ടിയാ പോവല്ലേ? ഇത് തന്നെയാണ്. അതായത് നിലവിൽ KSRTC കൊടുങ്ങല്ലൂരിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. എന്തായാലും അധിക സർവീസ് അടക്കം നടത്തുന്ന പരിഗണനയിലാണ് എന്നുള്ളതാണ് KSRTC അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അക്ഷരാർത്ഥത്തിൽ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യേണ്ട ആളുകൾ പൂർണ്ണമായും വലഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്.